കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉച്ചാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് നീക്കുമൊക്കെ യഹോവയായ ദൈവത്തിൻ്റെ പക്കലാകും. നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. സകലത്തിലും നീക്കുപോക്കുകൾ നൽകുന്ന ഒരു ദൈവം. സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ദൈവം. ഏത് വ്യക്തികളും ഇന്ന് പകൽ ഓർക്കേണ്ട കാര്യം, അവിടുന്ന് റൈറ്റ് ടൈമിൽ അതതിൻ്റെ സമയത്ത് സകലവും ഭംഗിയായി ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭംഗിയായി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം പുരാതനായ ദൈവമാണ്. നമ്മളുണ്ടാകുന്നതിന് മുമ്പേ, നമ്മുടെ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ, പുരാതനായ ദൈവം ഞങ്ങളുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളാൽ നമ്മളെ വഹിക്കുന്ന ദൈവം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നമ്മുടെ വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയെ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. ഏത് സമയത്തും പ്രത്യാശ വെക്കാൻ ഒരിടം മാത്രമേ ഉള്ളൂ. ഓടിച്ചെല്ലാൻ, അഭയം പ്രാപിക്കാൻ കഴിയുന്നത് അവിടുത്തെ സന്നിധി മാത്രമേ ഉള്ളൂ. മനുഷ്യ സന്തോഷങ്ങളൊക്കെ അല്പസമയം കൊണ്ട് കെട്ടടങ്ങുമ്പോൾ യഹോവയെങ്കിലുള്ള സന്തോഷം എന്നും നമ്മുടെ ബലമാകട്ടെ. അതുകൊണ്ട് സന്തോഷത്തോടെ യഹോവയെ സ്തുതിപ്പീൻ, ഉന്മേഷത്തോടെ ദൈവത്തെ ആരാധിപ്പീൻ, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പീൻ. നന്മയല്ലാതെ അവിടുന്ന് ഒരു തിന്മയും നമുക്ക് ചെയ്തിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമുക്ക് അത് നടപ്പിലാകാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളെ ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവം. ധൈര്യത്തോടെ പറ, ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ആവർത്തിച്ച് പറ, ഈ ദൈവം എൻ്റെ ദൈവമാണ്. വ്യക്തിപരമായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് നടത്തിയെല്ലാം. ദാവീദ് പറയുന്നത് പോലെ, ഈ ദൈവം എന്ന് വന്നേക്കും ഞങ്ങളുടെ ദൈവം. എൻ്റെ ദൈവം ഒരു ദിവസത്തേക്കല്ല, ജീവപര്യന്തം വഴി നടത്തുവാൻ അവിടുന്ന് സർവശക്തനാണ്. പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. പ്രിയരെ, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. യഹോവയെ ഭക്തനായ പുരുഷൻ ഭാഗ്യവാനാണ്. സ്തോത്രം. ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഇന്ന് പകലിൽ നമുക്ക് പ്രഖ്യാപനം ചെയ്യാം. അവിടുത്തെ വചനം ഇന്നലെ പകലിലും നമ്മളെ ജീവിപ്പിക്കുന്നു.
നമ്മളെ ശക്തീകരിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു. മുമ്പോട്ടാ പോകുക, വചനത്തിൽ ആശ്രയിക്കുക, ദൈവം ഭാഗം മുട്ടുമടക്കുക, ഒരിക്കലും പരാജയമുണ്ടാവില്ല. നെഹമ്യാ പ്രവചനം 4-ാം അധ്യായം 1-ാമത് വാക്യം വളരെ സുലഭം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ശത്രുശക്തികൾ യെരൂശലേമിന്റെ മതിൽ ഇടിച്ച് വാതിൽ തീവച്ച് ചുട്ട് നിലംപരിചാക്കി. ഈ വാർത്ത കേട്ടപ്പോൾ അർത്തഷ്ടാ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നല്ല ജോലിയിലായിരുന്ന നെഹമ്യാവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. നെഹമ്യാവ് കരയാൻ തുടങ്ങി. പ്രിയരെ, ഇടിവുകൾ കണ്ടിട്ട് കുഴപ്പമില്ല, അതെന്നെ ബാധിക്കില്ല എന്ന് പറയുന്നവനല്ല ആത്മികൻ. അവൻ കരയാൻ തുടങ്ങി. ആ വാർത്ത അറിഞ്ഞപ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ മുഖം വാടി. ചരിത്രമെല്ലാം നമുക്കറിയാം. രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. രാജാവ് പറയുകയാണ്, ഇതുപോലെ ഇത്രയും വർഷങ്ങളായി നിന്റെ മുഖങ്ങൾ ഇതുപോലെ വാടിയിട്ടില്ല, നിന്റെ മുഖത്തെന്തു പറ്റി? രാജാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച് പണിക്ക് വേണ്ടി നെഹമ്യാ പുറപ്പെട്ടു. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം പണിപ്പിക്കും. ഇടിഞ്ഞുകിടക്കുന്ന പ്രാർത്ഥന, ഇടിഞ്ഞുകിടക്കുന്ന ആരാധന, ഇടിഞ്ഞുകിടക്കുന്ന വിശുദ്ധ ജീവിതം, ഇടിഞ്ഞുകിടക്കുന്ന ആത്മീയത, വചനധ്യാനം, ആദ്യ സ്നേഹം കർത്താവുമായിട്ടുള്ളത് എവിടൊക്കെ ഇടിവ് പറ്റിയിട്ടുണ്ടോ അത് പണിയുവാൻ, അത് പൂർത്തീകരിക്കാൻ, അതിൻ്റെ അറ്റകുറ്റങ്ങൾ തീർക്കുവാൻ നമ്മൾ ഒരുമിച്ച് തയ്യാറാവണം. സ്തോത്രം. ഇടിവുകൾ കണ്ടിട്ട് കുഴപ്പമില്ല, എന്നെ ബാധിക്കില്ല എന്ന് പറയുന്നവനല്ല ആത്മീയൻ. ഇടിവുകൾ നന്നായി മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ദൈവനിയോഗം പ്രാപിച്ച് അത് പണിയുവാൻ യെരൂശലേമിലെത്തി. വളരെ ദൈവാത്മനിയോഗത്തോടെ താൻ അതിന് തയ്യാറായി. താൻ ജനത്തോട് പറയുകയാണ്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നത് നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. ജനമെല്ലാം നെഹമ്യാവിനോട് ചേർന്നു. ആ വേലയ്ക്കായി അവർ പരസ്പരം ധൈര്യപ്പെടുത്തും. പ്രിയരെ, ഇടിവുകൾ നന്നാക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹം, കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടെങ്കിൽ ഏതൊക്കെ ഇടിവ് നന്നാലും അതിനെ ആത്മാവിൽ നന്നാക്കാൻ, പ്രാർത്ഥനയിലൂടെ നന്നാക്കാൻ, ആരാധനയിലൂടെ നന്നാക്കാൻ, പണിയാനുള്ള ആത്മനിയോഗം പ്രാപിക്കാനുള്ള വിഷൻ പ്രാപിക്കാൻ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കുമെങ്കിൽ ഒരു ശക്തിൻ്റെ ശക്തിക്കും അതിനെ തടയാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയുന്ന, തലമുറകളെ പണിയുന്ന, എവിടൊക്കെ ഇടി വന്നിട്ടുണ്ടോ ദൈവമഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് നിൽക്കുന്ന ദൈവസഭ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. പക്ഷേ പണി തുടങ്ങി എന്ന് സൻബല്ലത്തും തോബിയാവും എന്നുവെച്ചാൽ നടപ്പിലാക്കാൻ യാതൊരു സാധ്യതയില്ല. എൻ്റെ വരെ ഇടിച്ചു തകർത്തു. പക്ഷെ ഞാൻ ആത്മനിയോഗത്തോട് പറയുന്നു, എൻ്റെ വരെ തകർത്തതിനെ
പ്രാർത്ഥിക്കുന്നവർ പണിയും. എൻ്റെ വരെ ഇല്ലാതാക്കിയതിനെ കരയുന്നവൻ പണിയും. ഇനിയും ഒരു പണിക്ക് സാധ്യതയില്ല, സകലം അസ്തമിച്ചു എന്ന് പറയുന്ന ഇടത്ത് അഭിഷേകമുള്ളവൻ പണിയും. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ പറയണം, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിക്കും. അങ്ങനെയുള്ളവർ എവിടെ ഇടിഞ്ഞോ അവിടെ തന്നെ നിന്നെ ദൈവത്തിന് യൂസ് ചെയ്യാനുണ്ട്. നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. നിന്നെ ദൈവം അതിന് മുഖാന്തരമാക്കുന്നു. നീ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കൂ, നീ വചനം ധ്യാനിക്കാൻ എഴുന്നേൽക്കൂ, നീ ആത്മാവിൽ ആരാധിക്കൂ. നിന്റെ കുടുംബത്തിൻ്റെ ഇടുകൾ പണിയാൻ, ദൈവസഭയുടെ ഇടുകൾ പണിയാൻ, ദേശത്തിൻ്റെ ഇടുകൾ പണിയാൻ, കുടുംബക്കാരുടെ പണിയാൻ ദൈവത്തിന് നിന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഈ പണി തുടങ്ങി എന്ന് കേട്ടപ്പോൾ സൻബല്ലത്ത്, തോബിയാവ് മുതലായവർ കോപവും മഹാരോഷവും പൂണ്ട യഹൂദന്മാരെ നിന്ദിച്ചു. ഇവർ വിചാരിച്ചൊരിക്കലും പണിയത്തില്ല. പണി തുടങ്ങി കഴിയുമ്പോൾ, ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൽ വരുമ്പോൾ രോഷം ചിലർക്കുണ്ടാകും, കോപമുണ്ടാകും, നിന്നെ നിന്ദിക്കും. അപ്പോൾ ഓർത്തോണം, നീ ചെയ്യുന്നത്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ചെറുതല്ല. നിന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ശത്രുവിൻ്റെ ശക്തികൾക്ക് ദൈവാത്മാവ് പറയുന്നു, ദഹിക്കില്ല. പക്ഷേ നിന്നെക്കൊണ്ട് ദൈവം പണിയിപ്പിക്കും, നിന്നെക്കൊണ്ട് പൂർത്തീകരിപ്പിക്കും. നീ അത് കാണും. വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം നീ കാണും. ഇടുകൾ കണ്ടപ്പോൾ നീ ഒത്തിരി കരഞ്ഞെങ്കിൽ പൂർത്തീകരിക്കുന്നത് കാണുമ്പോൾ ആർത്ത് സന്തോഷിക്കുന്ന ബഹുദൂരം ആ കോശം കേൾക്കത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ പകൽ ചില ടച്ച് ചെയ്യുക. അനോയിൻറ്റിങ്, യേശുവിനകത്ത് അനോയിൻറ്റിങ് ഏറ്റെടുക്കും. ഇനി നിരാശപ്പെടരുത്, നടക്കില്ല, അത് എഴുന്നേൽക്കില്ല, അതുകൊണ്ട് ഇനി പ്രയോജനം ഉണ്ടാവില്ല, ചണ്ടിക്കൂമ്പാരമാണ്. ഇല്ല, ചണ്ടിക്കൂമ്പാരത്തുനിന്ന് ജീവനുള്ള കല്ലുകളെ പുറപ്പെടുവിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ മഹാശക്തി ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഇടുകൾ നന്നാക്കാൻ ഇടിഞ്ഞ യാഗപീഠങ്ങളെ ഒരു ഏലിയാവ് പണിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അടുത്തു വരാൻ തയ്യാറാകൂ, കൂടി വരാൻ തയ്യാറാകൂ, മുട്ടുമടക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ തലമുറകളെ ദൈവം പണിയട്ടെ, നിങ്ങളെ ദൈവം പണിയട്ടെ. വിശുദ്ധന്മാരെ, സഭയെ ദൈവം പണിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, മുട്ടുമടക്കാൻ തയ്യാറാകൂ. നിങ്ങളെ ദൈവം യൂസ് ചെയ്യുകയാണ്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനം ഏറ്റെടുക്കട്ടെ. ഞങ്ങൾ പണിയാൻ തുടങ്ങുമ്പോൾ, പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ തടയുന്ന സകല ദുഷ്ടശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. ഞങ്ങൾ പണിയും, ഞങ്ങൾ പൂർത്തീകരിക്കും. അത് ശത്രുവിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കാൻ സ്തോത്രം. അവൻ കോപിക്കും, നിന്ദിക്കും. പക്ഷേ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന സമയമാക്കി അവിടുന്ന് തീർത്തിരിക്കാൻ സ്തോത്രം. ഈ ബലത്തോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങൾ കർത്താവ് ഇന്ന് പകൽ ആത്മാവിൽ ശക്തരാകുകയാണ്. നിരാശകൾ മാറട്ടെ. നടക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തെ ഞങ്ങളെ കൊണ്ട് ദൈവം പണിയിപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അത്ഭുത പ്രവർത്തികൾക്കായി സ്തോത്രം. ദൈവമഹത്വത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. തകർന്ന സകലതിനെയും പണിയാൻ ദൈവത്തിന് നിങ്ങളെ യൂസ് ചെയ്യേണ്ടതുണ്ട്. മുട്ടുമടക്കൂ, പ്രാർത്ഥിക്കൂ, ശക്തരാകൂ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിഞ്ഞു.